ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ ഒരു ഹാപ്പി ന്യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ വീഡിയോസിന് താഴെ കമൻ്റ് ഇടുന്ന നല്ലൊരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ കമൻ്റ് ഇട്ട യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഏത് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളത് പിറ്റേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ചാനൽ ഏതാണെന്നുള്ളത് ഞാനപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നലെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു കമൻറ്റ് ഇട്ട ആളെയാണ് നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. യൂട്യൂബിൽ നമ്മൾ എല്ലാ വീഡിയോസ് കാണുമ്പോഴും അതിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് കമൻറ്റ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഈ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ എന്തിനാ? നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ വാച്ച് അവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും മാത്രം പോരെന്നുള്ളത്. പക്ഷേ ഈ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വളർച്ചേനെ സഹായിക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു കമൻറ്റ്, ലൈക്ക്, ഷെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവറും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും മാത്രം മതി. പിന്നെ നമ്മുടെ ഷോർട്സിനുള്ള വ്യൂസും. അതുകൂടാതെ ഈ ലൈക്കും ഷെയറും കമൻറ്റിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇതിൻ്റെയൊക്കെ യൂസ് എന്താണ്? എല്ലാ വീഡിയോസിലും എല്ലാ ക്രിയേറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപകാരം ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും യൂസസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് എന്തിനാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കതിൽ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു കമ്മ്യൂണിറ്റീനെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവാനും അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയാനും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനും അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കമൻസിൻ്റെ ആ ഒരു ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ളൊരു ഭാഗം കൂടെയാണ് ഈ ഒരു കമൻസിൻ്റെ ഓപ്ഷൻ. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമുക്ക് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീനായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെയാണ് പറ്റാട്ടോ. അതായത് നമ്മളുടെ ഓഡിയൻസിനായിട്ട് നമുക്ക് സംസാരിക്കാൻ, ഇൻ്ററാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഒപ്പീനിയൻസും സജഷൻസും കാര്യങ്ങളൊക്കെ, നമ്മളുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗവും കൂടെയാണ് നമ്മൾ ഈ ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫീഡ്ബാക്കും അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസിന് കമൻസ് വഴി പറയാം. അതിലൂടെ നമുക്ക് ഓരോ വീഡിയോസും എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ചാനലിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റുക. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിൻ്റെ പിന്നിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ചാനലിനെ നമുക്ക് വളർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമൻസ് എന്തിനാണ് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മളുടെ ഓഡിയൻസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീനായിട്ട് എൻഗേജ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻസിൽ പറയാനും പിന്നെ അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ നമ്മുടെ വീഡിയോസിൽ ഇൻറ്ററാക്ഷൻ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു കമൻറ്റ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂസ് ഉണ്ട്. കാരണം നമ്മളുടെ വീഡിയോസിന് കമൻറ്റ് കൂടും തോറും യൂട്യൂബിന് മനസ്സിലാവും നല്ല ഓഡിയൻസ് ഇൻറ്ററാക്ഷൻ ഉള്ള വീഡിയോ ആണ്, അപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പിന്നെയും കുറച്ചധികം ആൾക്കാരിലേക്ക് നമ്മളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഷെയറിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. അതായത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് അവരുടെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോ ഉപകാരമുള്ള ഒരാൾ നമ്മളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്നതിലൂടെ പുതിയ ഓഡിയൻസ് നമ്മളെ കാണാനും
അതുപോലെ തന്നെ എത്ര ഷെയർ വരുന്നോ അതിനനുസരിച്ച് നമ്മളെ വീഡിയോസിന് വ്യൂസ് കയറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ ഓഡിയൻസിന് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അറിയുന്ന ആൾക്കാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചാനലിൽ പുതിയ ഓഡിയൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ വീഡിയോ ആവശ്യമുള്ള ആൾക്കാരിലേക്കാണ് നമ്മളുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോൻ്റെ എൻഗേജ്മെൻറ്റും കൂടും, അതുപോലെ തന്നെ റീച്ചും കൂടും. അപ്പോൾ ഷെയർ എന്നുള്ള സംഭവം നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വീഡിയോസിന് റീച്ച് കൂട്ടാനും വ്യൂസ് കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഷെയർ. ഇനി അടുത്തത് നമുക്ക് ലൈക്കിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. ഇനി ലൈക്കിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ വീഡിയോക്ക് ഒരാൾ ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യുന്ന ആൾ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല വീഡിയോ ആണ്, നല്ല കണ്ടന്റ് ആണ്, നല്ല പ്രസൻറ്റേഷൻ ആണ്, അതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു വീഡിയോക്ക് ലൈക്ക് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മളുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നു അത്രത്തോളം പുതിയൊരാൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇത്രയും ലൈക്കുള്ള വീഡിയോ ആണല്ലോ, അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. എത്രത്തോളം നമ്മളുടെ വീഡിയോസിന് ലൈക്ക് കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ നല്ല റീച്ചിലേക്ക് പോകും കേട്ടോ. പിന്നെ ലൈക്കിൻ്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കമൻറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓഡിയൻസിന് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ഫീഡ്ബാക്ക്, അതായത് അവർ ഫീഡ്ബാക്ക് അറിയിക്കുന്നത് ചില ഓഡിയൻസ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ലൈക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കുന്നത്. അപ്പോൾ ഈ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ നമ്മുടെ വീഡിയോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് മൂന്നും നമ്മുടെ വീഡിയോസിൽ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് റീച്ച് കയറ്റാനും നമ്മളെ വീഡിയോസ് വൈറലാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതുപോലെ ഇൻ്ററാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി നമ്മൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അവരുടെ അടുത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളുടെ ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ലൈക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും മൊത്തത്തിൽ നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും കമൻറ്റിൻ്റെ ഒക്കെ യൂസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.